നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഇന്നലത്തെ ചാനൽ ചർച്ചകളിൽ നിരവധി പുരുഷന്മാർ കൂടി പങ്കെടുത്തിരുന്നു, സ്ത്രീകളോടൊപ്പം കുറേ സ്ത്രീകളും പുരുഷന്മാരും. അതിൽ കുറച്ച് പുരുഷന്മാർ, എല്ലാവരും അല്ല, അമ്മ പോലുള്ളൊരു സംഘടനയെ ഒരു വനിതയ്ക്ക് നയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ സംഘടനയൊന്നുമല്ലല്ലോ, അവിടെയാണെങ്കിൽ പോലും വനിതകളുണ്ടല്ലോ. ലോകബാങ്കിൽ വനിതകളുണ്ട്. ഇങ്ങോട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റ് വനിതയാണ്. അങ്ങനെ വന്ന് എവിടെല്ലാം വനിതകളാണ്. കോർപ്പറേഷൻ്റെ മേയർമാർ വനിതകളാണ്. അത് ചെറിയ പ്രായത്തിലാണ്. വലിയ സ്ഥാനങ്ങളിൽ വരെ, ISROയുടെ വലിയ സ്ഥാനങ്ങളിൽ വരെ, മിസൈൽ വിമൺ വരെ ഉള്ളൊരു നാടാണ് ഇവിടെ. അപ്പോൾ അത്ര വലിയ സ്ഥാനങ്ങളിൽ സ്ത്രീകൾ എത്തുമ്പോൾ എങ്ങനെയാണ് സ്ത്രീകളെ എംപവർ ചെയ്യിക്കുക? സാഹചര്യവും സൗകര്യവും പ്ലാറ്റ്ഫോമും കൊടുക്കാതെ ഏതെങ്കിലും ഒരു ശക്തിയെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ? ഏറിൽ നിന്ന് ആർക്കെങ്കിലും വളരാൻ പറ്റുമോ? ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരായാലും ദളിതരായാലും ആദിവാസികളായാലും സ്ത്രീകളായാലും കുട്ടികളായാലും അവർക്ക് അവസരം കൊടുത്താലല്ലേ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പ്രാവശ്യം അവസരം കൊടുത്തു നോക്കാം. ശ്വേതാ മേനോൻ അവരുടെ കഴിവ് തെളിയിക്കുകയാണോ എന്ന് അവസരം കൊടുത്തു നോക്കാമെന്നെങ്കിലും വിചാരിക്കണ്ടേ? അതിന് പകരം അവർക്കെതിരെ കേസ് കൊടുത്തു. കേസ് കോടതി അടുത്ത വാദം കേൾക്കുന്നവരെ സ്റ്റേ ചെയ്തു. അത് വേറെ വിഷയം. അല്ലെങ്കിൽ അവർ സുപ്രീം കോടതിയിലൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ അവർ വളരെ ബോൾഡായിട്ട് നിൽക്കുന്നു, ശ്വേതാ മേനോൻ. എന്തായാലും പക്ഷേ നമ്മുടെ പുരുഷ കേസരികളുടെ ഒരു മാനസികാവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മൾ ഒരുപാട് അധികാരത്തെയും അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സ്ത്രീ തുല്യതയെക്കുറിച്ചൊക്കെ വാചാലമാകും. പക്ഷെ നമുക്ക് നേരെ വരുമ്പോൾ നമ്മൾ കണ്ണടച്ച് കളയും. അതുവരെ നമ്മൾ ഭയങ്കര വികാസവും ആദർശവും ആശയവും വേണ്ട പോലെയാണ്. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ കൊള്ളാമെന്ന് പറയുന്ന ചേലിലാണ്. സ്വന്തം അമ്മയ്ക്ക് വരുമ്പോൾ പറ്റൂലല്ലോ. അപ്പോൾ ആർക്കും ഭ്രാന്ത് വരാതിരിക്കട്ടെ. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ശ്വേതാ മേനോനെ പോലെയുള്ള ഇത്രയും ബോൾഡായിട്ടുള്ള, നന്നായി ഭാഷ അറിയാവുന്നുള്ള, നന്നായി ആങ്കറിങ് അറിയാവുന്നുള്ള ഒരു നല്ല നടിയാണ് അവർ സിനിമയിൽ അഭിനയിച്ചു. ഏത് സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള ഇവിടെ സെൻസർ ബോർഡുണ്ട്. സംവിധാനങ്ങൾ വെച്ചിട്ടാണല്ലോ സിനിമയ്ക്ക് അനുവാദം കൊടുത്തത്. അല്ലെങ്കിൽ പിന്നെ ആ സിനിമയൊന്നും പുറത്ത് വരത്തില്ലല്ലോ. അല്ല, രഹസ്യമായി അവർ പോയി ഫോൺ വീഡിയോയിലൊന്നും അഭിനയിച്ചതല്ലല്ലോ. അല്ലാതുള്ള എറോട്ടിക് സെക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെക്സ് തന്നെ പലതരത്തിലുണ്ട്. വൾഗർ സെക്സുമുണ്ട്, എറോട്ടിക് സെക്സുമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയകാല സങ്കല്പങ്ങളൊക്കെ എന്താണ്? ദേവതാ സമ്പ്രദായത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു എറോട്ടിക് സെക്സ് ഉണ്ട്. മനുഷ്യൻ്റെയും സ്ത്രീയുടെയും പുരുഷൻ്റെയും ലൈംഗികതയുടെ ഒരു സൗന്ദര്യശാസ്ത്രമുണ്ട്, ലൈംഗിക സൗന്ദര്യശാസ്ത്രമുണ്ട്. അത് കേവല ശരീര പ്രദർശനമല്ല. അത് നമ്മൾ തിരിച്ചറിയണം. എന്തായാലും അവരുടെ ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അവർ പ്രസിഡൻ്റായാൽ എന്തോ ഈ രാജ്യത്ത് കുഴപ്പമുണ്ടെന്നുള്ള നിലയിൽ കഴിഞ്ഞ ദിവസം ചർച്ച നടക്കുന്ന കണ്ടു. ആ ചർച്ച കൊണ്ട് എന്താണ് പ്രയോജനം നമുക്കറിയില്ല. കാരണം വനിത പ്രസിഡന്റ് ആവട്ടെ, ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലോ അങ്ങനെ അവസരം വന്നത്. അപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഒന്ന് മനസ്സ് തുറക്കണമെന്നേ, സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറും ഒക്കെ ഒന്ന് മനസ്സ് തുറന്ന്. ഇപ്പോൾ ഗണേഷ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ശ്വേതാ മേനോൻ ആകട്ടെ എന്ന്. അത്രയെങ്കിലും അദ്ദേഹം പറഞ്ഞു. ജഗദീഷ് പിന്മാറിയത് ശ്വേതാ മേനോൻ ആവുന്നില്ലാകട്ടെ എന്നാണ്. അത്രയെങ്കിലും ജഗദീഷും ഓപ്പോസിറ്റായിട്ട് മത്സരിച്ച ജഗദീഷും ഗണേഷും പറയുമ്പോൾ അതിൻ്റെ പകുതിയെങ്കിലും ബാക്കി പുരുഷ കേസരിമാർ പറയണ്ടേ? എന്തൊരു നാടാണിത്! അപ്പോൾ അധികാരം പങ്കുവയ്ക്കപ്പെടാനും അതുപോലെ തന്നെ സ്ത്രീകളുടെ ശാക്തീകരണം എന്നൊക്കെ പറയുന്നത് നമ്മൾ ചുമ്മാ പറയുന്നതാണ്, ബ്ലാബ്ല അടിക്കുന്നതാണ്. ഓരോ സ്ഥലത്തെത്തുമ്പോൾ വളരെ കൃത്യമായി അവർക്ക് സ്ഥാനങ്ങൾ കൊടുക്കേണ്ട സ്ഥലം വരുമ്പോൾ നമ്മൾ വലിയ ബഹളം ഉണ്ടാക്കും. അത് പുരുഷന്മാരുടെ മഹാഭൂരിപക്ഷം വരുന്ന ഒരു സംഘത്തിൻ്റെ പ്രശ്നമാണ്. ഭൂരിപക്ഷ സംഘത്തിൻ്റെ അല്ല, ഇങ്ങനെ ചർച്ച ചെയ്യുന്നവരുടെ സംഘത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആകട്ടെ. അതെങ്ങനെ ഇരിക്കുമെന്ന് ഒരു പ്രാവശ്യം മലയാള സിനിമാ ലോകം അറിയട്ടെ. ആകപ്പാടെ അമ്മ ചെയ്യുന്നത് എന്താണ്? വർഷത്തിലൊരിക്കൽ അവർ ഒരു ഗെറ്റ് ടുഗദർ നടത്തി, ചിലപ്പോൾ ഓണത്തിനൊന്ന് ഒത്തുകൂടും, കുറച്ച് പേർക്ക് പെൻഷൻ കൊടുക്കും, പിന്നെ കൊച്ചിയിൽ മീറ്റിംഗ് അവർ നടത്തും. അതൊക്കെ വാർത്തയാവും. സെലിബ്രിറ്റികളായതുകൊണ്ട് വാർത്തയാവും. എത്രയോ ആളുകൾ ഇവിടെ സമ്മേളനം നടത്തുന്നു, അല്ലെങ്കിൽ പിന്നെ മീറ്റിംഗ് നടത്തുന്നു. പക്ഷേ അമ്മയുടെ മീറ്റിംഗ് നടന്നാൽ അതിന് വാർത്താ കൗതുകമുണ്ട്. കാരണം സിനിമാ നടന്മാരും നടികളും സെലിബ്രിറ്റികളും പങ്കെടുക്കുന്നത് കൊണ്ട് ചാനലുകൾ അത് വാർത്തയാക്കും. അമ്മയുടെ എക്സിക്യൂട്ടീവ് ചേർന്ന് അങ്ങനെ മോഹൻലാലിനെ, മമ്മൂട്ടിയെ, നടിമാരെ എല്ലാവരും ഒന്ന് കാണിക്കാമല്ലോ ചാനലിൽ കൂടെ. അപ്പോൾ കുറച്ച് റീച്ച് കിട്ടുമല്ലോ, റേറ്റ് കിട്ടുമല്ലോ. അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആകട്ടെ. പുരുഷ കേസരികളെ തൽക്കാലം നമുക്കൊരു അവസരം കൊടുത്തു നോക്കാം. എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കിയിട്ട് ബാക്കി മേഖലകളിലേക്കും സ്ത്രീകൾ വരട്ടെ. ഏതെല്ലാം മേഖലയിൽ സ്ത്രീകൾക്ക് വരാൻ കഴിയുമോ അതെല്ലാം വരട്ടെ. സ്ത്രീയും പുരുഷനുമൊക്കെ ഒരു ജന്മത്തിൻ്റെ രണ്ട് വശം മാത്രമാണ്, ഒരു നാണയത്തിൻ്റെ രണ്ട് വശം മാത്രമാണ്. അതിലേത് വശം തിരിച്ചിട്ടാലും നാണയം തന്നെയാണ്. അങ്ങനെ സ്ത്രീയെന്നോ പുരുഷനെന്നോ മാറ്റി നിർത്തേണ്ട. എല്ലാ കൂട്ടരും വളരട്ടെ. കഴിവുള്ളവർ ഇവിടെ ജീവിക്കട്ടെ.